ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ പൊക്കോട ഉണ്ടാക്കിയാലോ. അതിനായി 2 വലിയ സവാള, കുറച്ച് കരിവേപ്പില, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുനുകുനാ അരിഞ്ഞ് സെറ്റാക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കുക. കടലപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഒരു പൊക്കോടയുടെ മിക്സിയില്ലേ, അതിന് കറക്റ്റ് ആവുന്ന പോലെ. അതിനുശേഷം കുറച്ച് ഉപ്പ്, അരിപ്പൊടി, ഒരു 2 സ്പൂൺ അരിപ്പൊടി മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മതിയാവും. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി, കാശ്മീരിയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ പിന്നീട് മിക്സ് ചെയ്തത്. ആദ്യം മിക്സ് ചെയ്തപ്പോൾ എനിക്ക് അത്ര സെറ്റായില്ല. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് ഇത് ചെയ്യാവൂ കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് കഴിക്കാൻ. ഇത് നല്ല നമ്മൾ അപ്പം നമ്മുടെ പൊക്കോട റെഡിയായി. വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 ഉള്ളി വെച്ചിട്ട് അത്യാവശ്യം കുറച്ചൊരു 4-5 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ പൊക്കോട നല്ല റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വേപ്പിലയുടെ ടേസ്റ്റ് ഇതൊരു വേറെ ലെവലാണ്. അപ്പം നമ്മുടെ പൊക്കോട നമുക്ക് ആദിക്കുട്ടനൊന്ന് കൊടുത്തു നോക്കിയാലോ. അങ്ങനെ ഞങ്ങളുടെ പൊക്കോട ഞങ്ങൾ റെഡിയാക്കി, ഞങ്ങളെല്ലാവരും കഴിച്ചു, ചൂടോടെ കഴിച്ചു.